ഹലോ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചക്കപ്പഴം കൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഏത് ചക്ക കൊണ്ടും ഉണ്ടാക്കാമെങ്കിലും എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് വരിക്കച്ചക്കയാണ്. അപ്പോൾ അത് ഏകദേശം നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്ക ഒരുപാട് കിട്ടുന്ന സീസണിൽ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ശർക്കര പാനീയം തയ്യാറാക്കുവാണ്. അതിനൊരു ചെറിയൊരു കട്ട ശർക്കര എടുത്തിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം കട്ടയൊക്കെ പോകുന്നത് വരെ നല്ലപോലെ അലിയിച്ചെടുക്കുവാണ്. അടുത്ത സ്റ്റെപ്പ് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരുവിയതെടുത്തിട്ട് ഒരു മിക്സിയിൽ അടിച്ചെടുത്ത് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പിൽ അരിച്ചെടുക്കുവാണ്. ആദ്യം കിട്ടുന്നത് 1-ാം പാലും, പിന്നെ ഒന്നുകൂടെ ജാറിൽ അടിച്ചെടുക്കുന്നത് 2-ാം പാലുമാണേ. അടുത്തതായിട്ട് ചവ്വരി വേവിച്ച് വയ്ക്കുവാണ്. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്ത് കേട്ടോ നല്ലപോലെ വെന്ത് വരാനായിട്ട്. ഇപ്പോൾ ചവ്വരി ചേർക്കുമ്പോൾ പായസത്തിന് നല്ല കട്ടി കിട്ടും കേട്ടോ. അടുത്തത് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ചക്ക എടുത്തിട്ട് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചക്ക വഴറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചക്ക നല്ലപോലെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചവ്വരി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ശർക്കര പാനീയം ചേർത്ത് കൊടുക്കണേ. അതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചക്ക അല്പം മധുരം കുറവായിരുന്നു, അതുകൊണ്ടാണ് ശർക്കര ഇത്തിരി കൂടുതലായിട്ട് ഞാൻ ആഡ് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ആദ്യം തന്നെ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തിളച്ച് വരണം. നെയ്യ് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 2-ാം പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതും നല്ലപോലെ തിളച്ച് വരട്ടെ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. ഇനി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ ഇവിടെ ഒരു വയണയില എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. വയണയില ഇടുമ്പോൾ നമുക്കതിൻ്റെ മണവും ഫ്ലേവറും പായസത്തിന് കിട്ടും. 3 ഏലക്ക പൊടിച്ചതുകൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നല്ലപോലെ പായസം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.